ശശി തരൂർ എന്ന ഗ്ലോബൽ സിറ്റിസൺ MP ആയി വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നെയ്തുകൂട്ടിയവരാണ് തിരുവനന്തപുരത്തുകാർ. നാലാമതും MP ആയി എത്തിയിട്ട് സ്വന്തം മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ, മണ്ഡലത്തെ ശ്രദ്ധിക്ക പോലും ചെയ്യാതെയാണ് തരൂറിന്റെ പ്രവർത്തനം. വിമർശനം ശക്തമാകുന്നു. 15 വർഷം ഒരു ചെറിയ കാലയളവല്ല. ആദ്യത്തെ 5 വർഷം മികച്ച പ്രവർത്തനം മണ്ഡലത്തിൽ നടത്തിയ തരൂർ ഇപ്പോൾ ശരാശരി പ്രവർത്തനം മാത്രമായി ഒതുങ്ങി. ഇതോടെ ഒന്ന് മനസ്സിലാക്കാം, ഇനിയൊരവസരം തരൂരിന് തിരുവനന്തപുരത്തുകാർ കൊടുക്കൂല. അത് ഉറപ്പാണ്. ബൈപ്പാസ് വികസനം, വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരാനുള്ള ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, എയർപോർട്ട് പ്രൈവറ്റൈസേഷന് അനുകൂല നിലപാട്, അവസാനം വിഴിഞ്ഞം സമരത്തിന് പാർട്ടി പിന്തുണ പറഞ്ഞപ്പോഴും തുറമുഖത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചത്, പിന്നെ അങ്ങും ഇങ്ങുമൊക്കെയായി ഒരുപാട് ഹൈമാർട്സ് ലൈറ്റുകൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലാതെ തിരുവനന്തപുരം ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ ഇത്രയും കൊല്ലമായിട്ടും ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല. വെറും ഹൈമാർട്സ് ലൈറ്റ് MP എന്നുള്ള വിമർശനം തരൂരിനെതിരെ ജനങ്ങൾ ഉയർത്തുകയാണ് ഇപ്പോൾ. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ ഇരുന്നിട്ടും അവിടുത്തെ ജനങ്ങൾ ഒരവസരം കൂടി കൊടുത്തു. പക്ഷേ ജയിപ്പിച്ചു വിട്ടിട്ടും ഒരു പ്രയോജനവും ഇതുവരെ ചെയ്തിട്ടില്ല. നെയ്യാറ്റിൻകര മേഖലയിൽ ഇത്രയും കാലമായിട്ടും ഒരു നല്ല പദ്ധതി എത്തിക്കാൻ തരൂരിന് കഴിഞ്ഞിട്ടില്ല. ശശി തരൂർ ഇപ്പോൾ MP ലേബലിൽ കറക്കം തന്നെയാണ്. ലെറ്റർ അയപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം ഒഴിച്ചാൽ തരൂരിന് പറ്റിയ ഒരു പണിയല്ല ഈ MP സ്ഥാനം. അനങ്ങി പണിയെടുക്കാൻ കുറച്ച് മടിയാണ് പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു പൗഡർ കുട്ടൻ. നിയമനിർമ്മാണം മാത്രമല്ല ഒരു MP-യിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ തന്നെ മറ്റ് MP-മാരായ പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ, കോഴിക്കോടുള്ള രാഘവൻ MP തുടങ്ങിയവരെയൊക്കെ കണ്ടുപഠിക്കുന്നത് നല്ലതായിരിക്കും. അവരും രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. എന്നാൽ നല്ലതുപോലെ തന്നെ മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ ഇടപെടുന്നുമുണ്ട്. വെറും ലെറ്റർ അയക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ എത്തിയപ്പോൾ തരൂർ വിട്ടുനിന്നു. കോവളം MLA വരെ പങ്കെടുത്ത ചടങ്ങിൽ എന്തുകൊണ്ട് തരൂർ എത്തിയില്ല? കൂടാതെ MP-മാരുടെ യോഗത്തിലും പങ്കെടുത്തില്ല. അതുമാത്രമല്ല, കേരളത്തിലെ MP-മാർക്ക് വേണ്ടി റെയിൽവേ വിളിക്കുന്ന പല യോഗങ്ങളിലും തരൂർ പങ്കെടുക്കാറില്ല. നഗരത്തിന്റെയും മണ്ഡലത്തിന്റെയും വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതികളിൽ തരൂരിന്റെ ഇടപെടലുകൾ ഇപ്പോൾ കാണാറേയില്ല. തരൂരിന്റെ ബന്ധങ്ങൾ വെച്ച് പല പദ്ധതികളും മുന്നോട്ടെത്തിക്കാനും പുതിയവ കൊണ്ടുവരാനും കഴിയാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കുക തന്നെയാണ്. കാരണം ശശി തരൂരിന് ഇത്തവണ മത്സരിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പാർട്ടിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇലക്ഷനിൽ നിന്നത്. 15 വർഷം ഒന്നും ചെയ്യാതിരുന്നിട്ടും, മണ്ഡലത്തിലെ തിരിഞ്ഞുപോലും നോക്കാതിരുന്നിട്ടും എങ്ങനെയൊക്കെയോ ഇത്തവണത്തെ ഇലക്ഷനിൽ ജയിച്ചു. അപ്പോൾ പിന്നെ പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെ തന്നെ മതിയല്ലോ എന്ന് തരൂരങ്ങ് തീരുമാനിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. പക്ഷെ ഒന്നുണ്ട്, 15 വർഷം MP ആയിട്ട് ലത്തീൻകാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ലത്തീൻ സ്നേഹം അണപൊട്ടി ഒഴുകുന്നുണ്ട്. ഇതിലും വലിയ കപടത വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോവളം നിയോജക മണ്ഡലത്തിലെ ലത്തീൻ കത്തോലിക്ക സഭ ഉള്ളിടത്തോളം കാലം തരൂരിനോ ഏതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കോ 2029 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തിരുവനന്തപുരത്തേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് വ്യക്തമായി നമുക്കറിയാം. തരൂരിന് 2029 തിരുവനന്തപുരത്ത് വന്ന് നോമിനേഷൻ പേപ്പർ കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ കോവളം നിയോജക മണ്ഡലത്തിലെ ലത്തീൻ കത്തോലിക്ക സഭക്കാർ തീരുമാനിച്ചുകൊള്ളും. അതാണ് ഈ ലത്തീൻകാരോടുള്ള ഇപ്പോഴത്തെ പ്രേമത്തിന്റെ കാരണം. ശശി തരൂർ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അഭിമാനം മാത്രമായിരുന്നു. MP ആയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ ഒരു 10% പോലും കാണാത്തതിന്റെ വിഷമമാണ് ജനങ്ങളിൽ നിന്നുയരുന്ന ഈ വിമർശനങ്ങൾ. അതുകൊണ്ട് വളരെ ശക്തിയായി തന്നെ തിരിച്ചു വരാൻ സ്വയം ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.